2025 കഴിഞ്ഞ് 2026 കാലെടുത്ത് കുത്താൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം ഞാൻ കരുതി 2025 ഒരു തിരിഞ്ഞുനോട്ടമായാലോ എന്നുള്ളത്. ഞാനിപ്പം നിൽക്കുന്നത് വയനാട് ബാണാസുര എന്ന് പറഞ്ഞിട്ടുള്ള മൗണ്ടൻ റിസോർട്ടിലാണ്. മൗണ്ടൻ വ്യൂ റിസോർട്ടാട്ടോ. നമ്മളുടെ തുടക്കം നന്നായാൽ ഒടുക്കവും നന്നാവും എന്ന് കേട്ടിട്ടില്ലേ? എൻ്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. ഇവിടെ നിന്നൊരു കേക്ക് കട്ട് ചെയ്തിട്ടായിരുന്നു ഈ ഒരു ന്യൂ ഇയർ ഞങ്ങളെല്ലാവരും കൂടിയും ആഘോഷിച്ചത്. ആ ആഘോഷത്തിൻ്റെ സന്തോഷമൊക്കെ എനിക്ക് ആ ഒരു വർഷം എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് പ്രൊമോഷൻ വീഡിയോയും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു അനുഭവം പങ്കുവെച്ചതാണ്. ഈ വർഷവും ഞാൻ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പം എന്താ വെച്ചാൽ ഇവിടെ നിന്നാണ് നമ്മുടെ ജനുവരി 1 തുടങ്ങിയത്. ഇവിടെ നിന്ന് തുടങ്ങിയതിന് ശേഷം എനിക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാവില്ലേ? തുടക്കം കാണിച്ചത് അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടായ നേട്ടങ്ങളിലേക്കൊന്ന് പോയി നോക്കിയാലോ? എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്കുണ്ടായതെന്ന്. ഇതന്ന് അവിടെ വന്ന ഫാമിലീസൊക്കെ ആട്ടോ. ക്യാമ്പ് ഫയറും DJ പാർട്ടിയും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടായിരുന്നു ആ ഒരു ന്യൂ ഇയർ ഞങ്ങളവിടെ ആഘോഷിച്ചത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് തവണ ഗുരുവായൂർ അമ്പലത്തിൽ ഈ വർഷം എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. അതിനേക്കാട്ടിലും വലിയൊരു സൗഹൃദമല്ല കേട്ടോ, സുഹൃതമായിട്ട് ഞാൻ മറ്റൊന്നിനെയും കാണുന്നില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം ലൈഫിൽ. ഈ നേട്ടങ്ങളൊക്കെ കിട്ടാൻ കാരണം ഗുരുവായൂരപ്പൻ തന്നെയാണ്, അല്ലാതെ മറ്റൊരാളുമല്ല. ഇത്രയും ഞാൻ ഈ ഒരു നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കേട്ടോ. അതുകൊണ്ടാണ് നേരെ പിന്നെ അടുത്തത് ഗുരുവായൂരത്തെ വിശേഷങ്ങൾ പങ്കുവച്ചേക്കാമെന്ന് കരുതിയത്. മറ്റൊരാഗ്രഹമായിരുന്നു മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോവുക എന്നുള്ളത്. വർഷങ്ങളായിട്ട് എന്നോട് എല്ലാവരും പറയുന്നൊരു സംഭവമായിരുന്നു, മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോകണം, അവിടെ ജാതി മത ഭേദമന്യേ എന്നുള്ള രീതിയിൽ നമ്മളെ കയറ്റുന്നുള്ളത്. ആ ഒരാഗ്രഹവും 2025 സാധിച്ചു. പിന്നീട് ഏറ്റവും വലുത്, പറഞ്ഞാലും തീരാത്ത ഒരാഗ്രഹമാണ് മക്കളെ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത് ആരുടെയും ഒരു സ്വപ്നമാണ്. ആ ഒരു സ്വപ്നം 2025 നേടിയെടുക്കാൻ എനിക്ക് പറ്റി. ഉമ്മാക്കും വാപ്പാക്കും വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വീട് നിർമ്മിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അതാണ് 2025 ഏറ്റവും വിലമതിക്കാൻ പറ്റാത്ത എൻ്റെ അച്ചീവ് എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് ഉണ്ടായത് എന്താ വെച്ചാൽ, എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു ഐഫോണും കൂടിയും എന്നുള്ളത്. എൻ്റെ കയ്യിൽ 15 Pro ആയിരുന്നുള്ളത്. 16 എടുക്കണമെന്ന് ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നൊരു സംഭവമായിരുന്നു. ആ 16ഉം ഞാൻ 2025 എടുത്തു കേട്ടോ. അതും എൻ്റെ ഫേവറേറ്റ് കളറായിട്ടുള്ള റോസ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ അലഞ്ഞു കേട്ടോ. എന്നതിന് ശേഷം കേട്ടോ കയ്യിൽ കിട്ടിയത്. പിന്നീടുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ അതേപോലെ തന്നെ ഐഫോണിൻ്റെ ഇയർബഡ്. അതും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഒന്നെൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് കംപ്ലൈൻ്റ് ആയിപ്പോയി. പിന്നെ വീണ്ടും ഞാനൊന്ന് മേടിച്ചു. അതും ഈ 2025 എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുകയാണ്. കാരണം ഇതിൻ്റെയൊക്കെ പ്രൈസ് അറിയുന്ന ആൾക്കാർക്കറിയാം ഇതൊക്കെ എത്രത്തോളം വാല്യുബിളാണ് എന്നുള്ളത്. പ്രൈസ് ടാഗ് നോക്കാതെ എനിക്കൊരു സാധനം മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കണ്ണൻ കാരണം തന്നെയാണ്. അതിന് കണ്ണനോടല്ലേ നന്ദി പറയേണ്ടത്. കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദിയുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇയർപേഡും സ്വന്തമാക്കിയ ഒരു വർഷമാണ് 2025 എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, എൻ്റെ മക്കളുടെ ഫോണ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പഠനത്തിന് വേണ്ടിയിട്ട് മൊബൈൽ നിർബന്ധമായിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ അവർക്കൊരു മൊബൈൽ എടുത്തു കൊടുക്കുക എന്നുള്ളതായിരുന്നു അടുത്ത എൻ്റെ ലക്ഷ്യം. വലിയ പൈസേൻ്റെ ഒന്നുമല്ല കേട്ടോ, 18,000 രൂപയുടേത്. അതും ഞാൻ ഈ ഒരു വർഷം സാധിപ്പിച്ചു കൊടുത്തു.
അതും എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇതൊക്കെ ഒരു വർഷം കൊണ്ട് സാധിപ്പിക്കുന്ന കാര്യങ്ങളാട്ടോ. അപ്പം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ഇനിയൊരു വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നറിയണ്ടേ? ഈ ഫോൺ അൺബോക്സ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരുപാട് നേരം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. സാംസങ്ങിൻ്റെ ഫോണാണ്. അപ്പം ഇനി അടുത്തതെന്താണ് എന്നറിയാനുള്ള ആകാംക്ഷയല്ലേ? വെയിറ്റ്, കാണിച്ചു തരാം. ഇതാണ് മക്കളെ പ്രതീക്ഷിക്കാതെ എൻ്റെ കയ്യിൽ വന്നെത്തിയ സാധനം എന്ന് പറയാൻ എനിക്ക് എടുത്തിട്ടില്ല. 17 Pro 16 എൻ്റെ കയ്യിൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇതെൻ്റെ കയ്യിൽ വരും. ഓറഞ്ച് കളറ് ഭയങ്കര ട്രെൻഡി ആയിരുന്നു. കപടഭക്തയുടെ ഒരു ഐശ്വര്യം കണ്ട്. പക്ഷേ ഇത്ര പെട്ടെന്ന് എൻ്റെ കയ്യിൽ വരും. അത് ഞങ്ങളങ്ങനെ പറഞ്ഞതെന്ന് വിചാരിക്കില്ലേ? എന്നെ പലരും പറഞ്ഞ് കളിയാക്കാറുണ്ട് ഞാൻ കപടഭക്തയാണെന്ന് പറഞ്ഞു. ഫോൺ എൻ്റെ കയ്യിൽ എത്തുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് 2025 ഞാൻ നേടിയ മറ്റൊരു കാര്യം. ഇത്രയും കാര്യങ്ങൾ എനിക്ക് 2025 നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഒരു കാര്യവും കൂടി ഉണ്ട്. അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ബാക്കി കഥയിലേക്ക് പോകാം കേട്ടോ. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇതാണ് 2.5 പവൻ്റെ ഒരു മാല ഞാൻ മേടിച്ചു. അതെന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളിലും നമുക്ക് ഭയങ്കര അഭിമാനമായിട്ട് തന്നെ തോന്നും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആരുടെയും മുമ്പിൽ കൈ നീട്ടാതെ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷമാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ 2025 ചെയ്തിട്ടുണ്ട്. അതിന് കാരണക്കാരൻ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ, എൻ്റെ സ്വന്തം ഉണ്ണിക്കണ്ണൻ. അപ്പോൾ ഇതിനോടൊക്കെ നന്ദി പറയേണ്ടത് ആരോടാണ്? ഉണ്ണിക്കണ്ണനോടായിട്ടാണ്. 2026 എനിക്ക് എന്തൊക്കെ നേടാൻ പറ്റും, എന്താണ് എനിക്ക് കരുതി വച്ചിരിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ പോലും ഈ 2025 തന്നത് മുഴുവനവും ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു. ഒരുപാട് സന്തോഷം. നല്ലത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചീത്തയും പറയണമല്ലോ. 1-2 കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. പക്ഷേ നേട്ടങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. കോട്ടം കുറവാണെങ്കിലും നേട്ടം ഒരുപാടുണ്ട്. കപടഭക്ത എന്ന് വിളിച്ച് ഒരുപാട് കളിയാക്കിയ ആൾക്കാരുണ്ട്. അവരുടെ മുമ്പിൽ അഭിമാനത്തോടു കൂടെ എനിക്ക് ഈ വീഡിയോ റിലീസ് ചെയ്യാം. കാരണം ജസ്ന നേടിയ നേട്ടങ്ങളാണ് എന്ന് കരുതി പറഞ്ഞുകൊണ്ട് തന്നെ. അപ്പം ഇതാണ് പിന്നീട് ലാസ്റ്റ് ഞാൻ ആഘോഷിച്ച ഒരൊറ്റ മൊമെൻറ്റും കൂടി നിങ്ങളുടെ അടുത്തേക്ക് പങ്കുവച്ചിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ആ മൊമെൻറ്റ് മറ്റൊന്നുമല്ല, എൻ്റെ മകളുടെ ജന്മദിനം. ആ ജന്മദിനമാണ് ഞാൻ ലാസ്റ്റായിട്ട് ആഘോഷിച്ചത് എന്ന് പറയാൻ ഇന്നലെ ഞാൻ ഫോൺ എടുത്തു കേട്ടോ. അത് സന്തോഷം തന്നെയാണ്. പക്ഷേ ഒരുപാട് കാലത്തിന് ശേഷം എന്നല്ല, അവൾക്ക് 12ാമത്തെ വയസ്സാണ്. ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിച്ചു എന്നല്ലാതെ പിന്നീട് അവളുടെ പിറന്നാൾ ആഘോഷിക്കുന്നത് ഈ 12ാമത്തെ വയസ്സിലായിരുന്നു. അപ്പോൾ ആ ഒരു ആഘോഷവും എനിക്ക് വിലമതിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. അതിന് കൂട്ടായിട്ടും കൂട്ടുകാരായിട്ടും ഒക്കെ വന്നത് നമ്മുടെ ഈ കണ്ണൻ ത്രൂ ഉള്ള ആൾക്കാർ തന്നെയാണ്. അവൾക്ക് കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കണ്ണൻ കാരണം കിട്ടിയതാണ്. അപ്പം ഇതിനൊക്കെ നന്ദി പറയേണ്ടത് ആരോടാ? കണ്ണനോട്, അല്ലാതെ ആരോടാണ്? അപ്പം കണ്ണനോട് നമുക്ക് നന്ദി പറയാം. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.